Hey guys, ഇന്ന് ഞാൻ എൻ്റെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് സിപ്പർ പൗച്ചിന് ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോവാണ്. ഈ ഒരു കോർണറിലെ സ്റ്റിക്കർ ഞാൻ പൊളിച്ചെടുത്തപ്പോൾ അവിടെ ആകെ വൃത്തികേടായിട്ടുണ്ട്. സോ അവിടെ നമുക്ക് കുറച്ച് പേപ്പേഴ്സൊക്കെ ഒട്ടിച്ച് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എസ്തെറ്റിക് ആയിട്ടുള്ള ഇതുപോലത്തെ കണ്ടൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഗ്രിഡിൻ്റെ പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് ഹോൾസ് ഇട്ടിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഐഡിയ ഞാൻ പിൻട്രസ്റ്റ് റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് പേപ്പറും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു A4 സൈസ് ഫയൽ വന്നിട്ട് ഞാൻ മിസ്റ്റർ DIYന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് അറൗണ്ട് 70 റുപ്പീസാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ഇട്ട ഒരു സ്റ്റേഷനറി ഹോൾ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മേളിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കോർണറിൽ പിൻട്രസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഒരു കൊറിയൻ ലാംഗ്വേജിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു ക്രീം കളർ ഷീറ്റാണ്. ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യുന്നത് തായ്ലൻഡ് ലാംഗ്വേജ് എഴുതിയിട്ടുള്ള ഒരു പീസ് ഓഫ് പേപ്പറാണ്. ഇത് ആക്ച്വലി തായ്ലൻഡിൽ നിന്ന് വാങ്ങിയ നോട്ട്ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു സിമിലർ ഡിസൈൻ ആയതുകൊണ്ട് അത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തായ്ലൻഡിൽ നിന്നുള്ള ഈ ഒരു നോട്ട്ബുക്കും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അനീസ സെൻഡ് ചെയ്തതാണ്. എന്തൊക്കെ പ്രൊഡക്ട്സ് ആണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു മിഫിയുടെ പിക്ചറും കൂടെ സ്റ്റിക്ക് ചെയ്തിട്ട് മേക്ക് ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിപ്പർ പൗച്ചിൻ്റെ മേക്ക് ഓവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.